ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്കിന്നൊരു സൺഡേ വ്ളോഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സൺഡേ ആയിട്ട് 1-2 പ്രോഗ്രാംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ സൺഡേ എന്ന് പറയുന്ന ഒരു തിരക്കുള്ളൊരു ഡേ ആയിരിക്കും. ഫൺ ഡേ ആണ്, കുറേ പ്രോഗ്രാംസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടീൻ്റെ കസിൻ ബ്രദർ താമസമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഈ 3 പേരെയൊക്കെ റെഡിയാക്കി, ചെറുക്കന്മാരെയൊക്കെ റെഡിയാക്കിയൊക്കെ വന്നപ്പോഴേക്കും ലേറ്റ് ആയിട്ട് തന്നെ എല്ലാവരും കൂടി എന്നെ കളിയാക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയാട്ടോ. അടുക്കളയിലാണ് ഗണപതി ഹോമം നടക്കുന്നത്. പിന്നെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഡ്ഡലിയും സാമ്പാറും നല്ല ചൂടൻ വടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ പിള്ളേരത് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മുന്നോട്ട് ഒരു ഡയലോഗ് കേട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹൗസ് വാമിംഗ് നടന്ന വീട്. നല്ല ഒതുങ്ങിയ വീടാണ്, ഒതുങ്ങിയ സ്ഥലമാണ്, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ന്യൂക്ലിയർ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാട്ടോ. ഇവർ 3 പേരേ ഉള്ളൂ, അച്ഛനും അമ്മയും മോനും. അപ്പോൾ എന്തായാലും നല്ലൊരു ഒതുങ്ങിയ വീടാണ്. അപ്പോൾ നന്നിനും മുന്നേക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അവരവിടെ കിടന്ന് കളിക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹൗസ് വാമിങ്ങിനൊക്കെ നമുക്ക് കൂടുതലും ഫർണിച്ചേഴ്സാണല്ലോ ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ചിലവരൊക്കെ ഇതുപോലെ പ്രസൻറ്റേഷൻ കൊണ്ട് തന്നിട്ടുണ്ട്. അതൊക്കെ അൺബോക്സിങ് ചെയ്യുന്ന കേട്ടോ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. അതിന് ശേഷം ഞങ്ങൾക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ പോകും കേട്ടോ. അപ്പോൾ അടുത്തത് കുട്ടിയുടെ മാമൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ എന്തായാലും ഒരു 11 o'clock ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഉടനെ തന്നെ ഞാൻ വന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി. ബാക്കി 3 ചെറുക്കന്മാരും മാറിയില്ല കേട്ടോ. കുട്ടിയുടെ മാറിയില്ല, പിള്ളേരും ഡ്രസ്സ് മാറിയില്ല കേട്ടോ. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ് നിർബന്ധിപ്പിച്ച് പാൻറ്റൊക്കെ മാറ്റി ജീൻസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ആൻറ്റിയൊക്കെയാണ്, അത് കുട്ടിയുടെ മാമൻ്റെ ഭാര്യയാണ്. അപ്പോൾ മണവാട്ടി വരുന്നുണ്ട്. ഞാൻ വർത്തമാനത്തിൻ്റെ ഇടയിൽ മണവാട്ടി വരുന്ന വീഡിയോ എടുക്കാനായിട്ട് മറന്നു കേട്ടോ. കുറേ നാളെത്തിയിട്ടായിട്ട് ഇവരെയൊക്കെ കാണുന്നത്. അപ്പം മണവാളിനും വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർകാസ്റ്റ് മാരേജ് ആട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റേതായ ഒരു ചേഞ്ചസൊക്കെ കല്യാണത്തിനുണ്ടായിരുന്നത്. കുട്ടിയുടെ അനിയൻ്റെ മോനാണ്, ഭയങ്കര നോട്ടിയാട്ടോ, നല്ല ക്യൂട്ടാണ്, നല്ല രസമാട്ടോ സംസാരമൊക്കെ കേൾക്കാനായിട്ട്. അപ്പം എൻ്റെ മുന്നേ ഇതൊന്നും വലിയ താല്പര്യമില്ല, ബോറടിച്ചിരിക്കുന്നു കേട്ടോ കാണുന്നത്. കുറേ നേരം പുറത്തേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പിടിച്ചിരുത്തിയേക്കാണ്. കല്യാണ വീടാണല്ലോ, കല്യാണ സ്ഥലമാണല്ലോ, ഹോളാണ്. അപ്പോൾ തിരക്കൊക്കെ ഉണ്ടാവും, അവർക്ക് അറിയത്തില്ലല്ലോ സ്ഥലമൊന്നും. അപ്പോൾ എവിടെയെങ്കിലും മിസ്സായി പോയപ്പോൾ ഞാൻ അന്വേഷിച്ച് നടക്കേണ്ടി വരും. കുട്ടിയുടെ പിന്നെ അവരുടെ ഫാമിലിയുടെ കൂടി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ഗ്യാങ് ഉണ്ട്, അവരുടെ കൂടെ ആയിരിക്കും. അപ്പോൾ നന്നുവിന് മുന്നേയും ഒരു കൂട്ട് കിട്ടിയത് കാരണം അവനെ കൊണ്ട് കളിപ്പിച്ചിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേർക്ക് ലിഫ്റ്റിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നിട്ട് ഞങ്ങൾ സ്റ്റെയർ ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോകുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ നന്നു പിന്നെ സൂക്ഷ്മമായിട്ട് നോക്കിയിരിക്കുന്നത് സീറ്റ് ഉണ്ടോയെന്ന് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ ട്രിപ്പിൽ ഇരിക്കാൻ പറ്റിയില്ല, അടുത്ത ട്രിപ്പിലാട്ടോ ഇരുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇരുന്നു കേട്ടോ. അടുത്ത അപ്പോൾ അങ്ങനെ നല്ല ഒന്നാന്തര സദ്യയായിരുന്നു കേട്ടോ. പപ്പടം, പഴം, പായസം, 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ സദ്യയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞ് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നതായിട്ടേ കാണുന്നത്. കുട്ടേൻ്റെ ഫാമിലി ആയിട്ടത് കുട്ടേൻ്റെ അമ്മയുടെ, അതായത് മാമന്മാരും ആൻറ്റിമാരും ചിറ്റന്മാരും കസിൻ ബ്രദേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനായിരുന്നു കേട്ടോ നമ്മുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഇവനിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നല്ല രസമായിട്ടോ കാണാനായിട്ട്. ഒന്നാമത് ഇവർ തൃശ്ശൂരുകാരാണ്. അപ്പോൾ എന്താ വെച്ചാൽ അമ്മയുടെ ഫാമിലി മൊത്തം തൃശ്ശൂരാണ്. അപ്പോൾ ഇവൻ ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടല്ലോ, ക്യൂട്ട്നെസ്സും തൃശ്ശൂർ സ്ലാങ്ങൊക്കെ വരുമ്പോഴേക്കും നല്ല രസമായിട്ടോ കാണാൻ. അപ്പോൾ മുന്നേ അവൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബബ്ബയൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ വന്ന വഴിക്ക് കുറച്ച് വീട്ടിൽ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി രാത്രിയും കൂടി എവിടെയെങ്കിലും ഫുഡ് ഉണ്ടായിരുന്നു, വീട്ടിൽ വെക്കേണ്ട വരില്ലായിരുന്നു. പക്ഷേ അത് നടന്നില്ല, വീട്ടിൽ വെക്കേണ്ട വന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ കുഞ്ഞ് ചാനൽ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ.